ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കില്ല കെ മുരളീധരൻ. ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണെന്നും ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സ്വകാര്യ മേഖലയിൽ മാത്രമേ ഉണ്ടാകുകയുള്ളെന്നും പൊതുമേഖല സ്ഥാപനങ്ങളിൽ പൊതുമേഖല മെഡിക്കൽ കോളേജുകളിലോ സ്ഥാപനങ്ങളിലൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വ്യാജമായ പ്രചരണങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. ശരിക്കും കെ മുരളീധരൻ അവർ പറഞ്ഞത് CSR ഫണ്ട്. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഓരോ വൻകിട കമ്പനികൾ, ഇപ്പോൾ അദാനി തുടങ്ങി താഴോട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക്, ബാങ്കുകൾ, SBI പോലുള്ള ബാങ്കുകൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, വൻകിട കമ്പനികൾ, ലുലു മാൾ, യൂസഫ് അലിയുടെ സംവിധാനങ്ങൾ, എയർപോർട്ടുകൾ, ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഫണ്ടിൻ്റെ, അതായത് ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർ CSR കാണിക്കണം. ഇത് എന്തിനാണ് വന്നത്? ഈ CSR വന്നതിനൊരു കഥയുണ്ട്. വെറുതെ CSR എന്നല്ല, ആഗോളവൽക്കരണം വന്നപ്പോൾ, ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ സർക്കാർ വിവിധ മേഖലകളിൽ നിന്ന് പിന്മാറണം എന്നതാണ് കൺസെപ്റ്റ്. ഫെസിലിറ്റേറ്റർമാരായി സർക്കാർ മാറിയാൽ മതി. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനവും ക്രമസമാധാനവും വൻകിട ഫാക്ടറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്താൽ മതി. ബാക്കിയുള്ള കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകളൊക്കെ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ CSR പൈസ കൊണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിൻ്റെ പൈസ കൊണ്ട് ചെയ്താൽ മതി. അതിൽ സർക്കാർ വൻകിട മൂലധനം ഇറക്കേണ്ട കാര്യമില്ല എന്നൊരു കൺസെപ്റ്റ് വേൾഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഗ്ലോബലൈസേഷന് ശേഷം ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ സർക്കാരുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. CSR ഫണ്ട് ഉപയോഗിക്കുന്നു, അല്ലാതെ ഇപ്പുറത്ത് സർക്കാർ ഇപ്പോൾ കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി അടക്കം കേരളത്തിൽ ഒരു ഇഞ്ച് പോലും പിന്മാറിയിട്ടില്ല. വൈദ്യുതിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരാളും പിന്മാറിയിട്ടില്ല. സർക്കാർ സംവിധാനം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തിയറി എടുത്തിട്ടില്ല. പക്ഷേ CSR ഫണ്ട് മാറ്റിവെക്കണമെന്ന് നിയമം വന്നതുകൊണ്ട്, CSR നിയമം വന്നതുകൊണ്ട് കമ്പനികൾ, സ്ഥാപനങ്ങൾ ആ പണം മാറ്റിവെക്കും. എങ്കിലേ അവർക്ക് ഇൻകം ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ആ പണം യാതൊരു പ്രയോജനമില്ലാതെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിഡൻസ് അസോസിയേഷനോ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്ത് 4 ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു രീതിയാണ് അതിനകത്തുള്ളത്. ചായയും ഭക്ഷണമോ കഴിച്ച് CSR ഫണ്ട് ചിലവാക്കുന്ന രൂപയാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി CSR ഫണ്ട് കൃത്യമായി മൊബിലൈസ് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിൻ്റെ പൈസ എടുത്ത് സ്വകാര്യ വ്യക്തികളുടെയും സഹായത്തോടു കൂടി മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ നന്നാക്കും. കാര്യം സ്വകാര്യ ആശുപത്രി നന്നാക്കാൻ ഈ പൈസയുടെ ആവശ്യമില്ല, അത് അവരുടെ ചിലവിൽ നന്നാക്കുന്നതാണ്. അതേസമയം ഗവൺമെൻറ് ആശുപത്രികൾ, മെഡിക്കൽ കോളേജ്, കേരളത്തിൽ നിരവധി മെഡിക്കൽ കോളേജുകളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, അങ്ങനെ കോഴിക്കോടുണ്ട്, എറണാകുളം, തൃശ്ശൂരിലുണ്ട്, ഇങ്ങനെ പല സ്ഥലത്തും മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ ആ മെഡിക്കൽ കോളേജുകളുടെയും പിന്നെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്, വലിയ പിന്നെ ഫാമിലി ഹെൽത്ത് സെൻ്ററുണ്ട്, ഒരുപാട് സംവിധാനമുണ്ട്. ഈ സംവിധാനങ്ങളെയൊക്കെ കൂടി മുതലാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ CSR പൈസ ഉപയോഗിച്ചായിരിക്കും ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതിനെയാണ് വളരെ മോശമായി ആരോഗ്യ മേഖല ഇതാ സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ള പ്രചരണം നൽകി, വ്യാജ പ്രൊഫൈലുകളിൽ നിന്നൊക്കെ പ്രചരണം നൽകിയ ആൾക്കാരെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ വിളക്കി വിടുന്നത്. ഇത് അങ്ങനെ ഒരു പരിപാടി കേരളത്തിലെ ആരോഗ്യ മേഖലയെ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ആകപ്പാടെ ചെയ്യുന്നത് CSR ഫണ്ട് ഉപയോഗിച്ച്, ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ലാബിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവിടെ പുതിയ കെട്ടിടങ്ങൾ വരുന്നു, അവിടെ അന്നദാനം കൊടുക്കണം, ഒത്തിരി കാര്യങ്ങൾ CSRന് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ഹോസ്പിറ്റലിലും, പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള വിവിധ ഹോസ്പിറ്റലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അവിടെ സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അത്തരം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനും, അതുപോലെ ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ, മരുന്നില്ലെങ്കിൽ മരുന്ന് വാങ്ങി കൊടുക്കുക, ലാബ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക, ലബോറട്ടറിയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, ആ ലാബിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ചെറിയ സബ്സിഡി റേറ്റിൽ പിന്നെ ഈ പരിശോധന, ലാബിൻ്റെ പരിശോധന ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. പിന്നെ ഹോസ്റ്റലുകൾ, ലേഡീസ് ഹോസ്റ്റൽ, ജെൻസ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് CSR ഫണ്ട് കൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ CSR ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള പണികൾ ചെയ്യും. കാരണം ഈ മെഡിക്കൽ കമ്പനികൾക്ക് തന്നെ, മെഡിക്കൽ രംഗത്തെ കമ്പനികൾക്ക് തന്നെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് CSR പാക്കേജുകളാണുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് നമ്മൾ ചെയ്യും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ സ്വകാര്യവൽക്കരിക്കുമെന്നല്ല, അതിൻ്റെ പേരിൽ ആരും കയറി ട്രോളണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ മേഖലയുടെ വളരെ കൃത്യമായ ഇടപെടൽ കൊണ്ടുവരും എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. CSR ഫണ്ടിൻ്റെയും അല്ലാത്ത പിന്നെ സ്പോൺസറിങ്ങിൻ്റെയൊക്കെ രൂപത്തിലാണ്. അല്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജുകളോ സർക്കാർ ആശുപത്രികളോ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ നടത്താനുള്ള
സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടോ എന്നുള്ള ഒരു ഉത്തരവായിരിക്കില്ല. അപ്പോൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണ് വി മുരളീധരൻ പറഞ്ഞതായിട്ട് പുറത്തു വരുന്നതെന്ന് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി പൊതുമേഖലയെ തന്നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഐക്യമുന്നണിയുടെയും സന്ദേശം. പക്ഷേ CSR ഫണ്ട് പോലുള്ള ഫണ്ട് ഉപയോഗിച്ച്, സ്വകാര്യ വ്യക്തികളുടെ ഫണ്ട് ഉപയോഗിച്ച് കഴിയുന്നത്ര മാക്സിമം ഡെവലപ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുക എന്നുള്ളതും ഒരു പദ്ധതിയായി ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. എന്തായാലും വീണ ജോർജിൽ നിന്ന് എത്രയോ ദൂരം അകന്ന് വളരെ മനോഹരമായ നിരവധി പദ്ധതികൾ, തുടക്കം എന്ന് പറഞ്ഞത് പദ്ധതി, ഓപ്പറേഷൻ പിന്നെ എന്താണ് ക്ലീനപ്പ് പരിപാടി, അങ്ങനെ പല പല പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ കായ ചികിത്സ പരിപാടി വരുന്നു. അത് പിന്നെ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ജില്ലകളിലും താലൂക്കിലും എല്ലാം മനുഷ്യൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള, അല്ലെങ്കിൽ മനുഷ്യന് കൂടുതൽ ശക്തരായി ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള ക്യാമ്പുകളും പരിശീലന പരിപാടികളും ആരോഗ്യവർദ്ധക പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു ആരോഗ്യ സാക്ഷരത തന്നെ വരികയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമായ ഒരു മേഖലയായി നമുക്ക് കാണാം. അപ്പോൾ അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ സ്വകാര്യവൽക്കരിക്കും എന്ന് പറയുന്നത് അബദ്ധമാണ്. സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനോ ഭാഗികമായി സ്വകാര്യവൽക്കരിക്കാനോ ഒരു താല്പര്യവുമില്ല. അതേസമയം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിൻ്റെ പണം കൊണ്ടുവരുന്നത് സ്വകാര്യ മേഖലയുടെ നിക്ഷേപം തന്നെയായിരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം എന്ന് വളരെ വ്യക്തമായി അസന്നിഗ്ധമായി കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രസ്താവിച്ചു കഴിഞ്ഞു.